ഇത് ഇബാദത്ത് ചൊന്നെങ്കിൽ ഞങ്ങളെ ഇപ്പം ഒരു ദുആ എത്തിക്കർ അദ്ദുആ വൽ ഇബാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ ഏറ്റവും വലിയ ഞങ്ങൾ ദുആക്കരുത് ഇബാദത്താക്കിയ പോലെ. ഇപ്പം ഞങ്ങൾ അള്ളാഹോടെ വിളിച്ച് ദുആ എന്നെങ്കിൽ ഞങ്ങൾ അള്ളാഹോടെ ഇബാദത്താക്കിയ പോലെ. അത് അള്ളാഹോടെ മക്ലൂക്ക് ചൊന്നെങ്കിൽ സൃഷ്ടി മാറും. മൊയ്തീൻ ഷേഖ് റഹ്മഹുള്ള അതേപോലെ ബദരിങ്ങലെ ഞങ്ങൾ അള്ളാഹോടെ മക്ലൂക്ക് എത്തിക്കർ. അപ്പം ഞങ്ങളെ വിളിച്ച് ദുആ എന്നെങ്കിൽ അങ്ങളെ ഇബാദത്താക്കിയ പോലെ അല്ലേ? നാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലായ പോലെ അല്ലേ? അല്ല. അദ്ദുആഉ ഹുവൽ ഇബാദ. ഈ അദ്ദുആയിലുള്ള അലിഫ്ലാം ഏത് അലിഫ്ലാമാ? അദ്ദുആയില് ഒരു അലിഫ്ലാം ഉണ്ടല്ലോ. ഈ അലിഫ്ലാം എന്തിൻ്റെ അലിഫ്ലാമാണ് എന്ന് പറയും? അറിയില്ല. അദ്ദുആയിലുള്ള അലിഫ്ലാം ഏതാണ്? അറിയില്ല. അദ്ദുആഉ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതുന്നത്? ഒരു അലിഫ്, ഒരു ലാമ്, ഒരു ദാല്, ഒരു ഐന്, ഒരു അലിഫ്, ഒരു ഹംസ് അല്ലേ? ദുആ എന്നല്ല, മറിച്ച് അദ്ദുആഉ. ഈ അദ്ദുആഇന്റെ തുടക്കത്തിലുള്ള അലിഫ് ലാമ് എന്തിനാണ് എന്നാ ചോദിച്ചത്. മറുപടി പറയും. അറിയില്ല. അതെ, അദ്ദുആ എന്ന് പറഞ്ഞാൽ അലിഫ് ലാമ് മഅരിഫിന്റെ അലിഫ് ലാമാണ്. മനസ്സിലായ? ഒരു അറിയപ്പെട്ട ഒരു ദുആ. ഏതാണ് ആ ദുആ? അത് ഇസ്ലാമിക സാങ്കേതിക അർത്ഥത്തിലുള്ള ഒരു ദുആ. ഇസ്ലാമിൽ സാങ്കേതിക അർത്ഥത്തിൽ ദുആഇന്റെ നിർവചനം എന്താണ് ശരിക്കും മനസ്സിലാക്കിക്കോളി. അതായത് ഈ എന്താ പറയാ, പക്ഷപാതമോ അല്ലെങ്കിൽ പൂർവാഗ്രഹ പീഡിതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, നിഷ്പക്ഷമായി ചിന്തിച്ചോളി. ഇമാം റാസി ദുആഇന്റെ നിർവചനം പറഞ്ഞു. സാങ്കേതിക അർത്ഥത്തിൽ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? വഹഖീഖത്തു ദുആഇ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു ജല്ല ജലാലുഹു അൽ ഇനായത വസ്തിംദാദുഹു മിൻഹു ഇയാഹു അൽ മഊനത. ശരിക്കും ശ്രദ്ധിച്ചോളി. ദുആഇന്റെ ഇസ്ലാമിക ഡെഫിനിഷൻ. ദുആ എന്ന് പറഞ്ഞാൽ ഇസ്തിദ്ആഉൽ അബ്ദി, ഒരു അടിമ തേടലാണ്. അബ്ദ് അടിമ. ആരോട്? റബ്ബഹു, അവന്റെ റബ്ബിനോട്. അപ്പോൾ ഒരു അടിമ റബ്ബിനോട് അവൻ എൻ്റെ റബ്ബാണെന്നും ഞാൻ ആ റബ്ബിന്റെ അടിമയാണും എന്ന നിലക്ക് ചോദിക്കപ്പെടുന്നവന്റെ അടിമയാണെന്നും ചോദിക്കപ്പെടുന്നവൻ എൻ്റെ റബ്ബാണെന്നും വിശ്വാസപ്രകാരം ചോദിക്കുന്നതിനാണ് ഇസ്ലാമിലെ സാങ്കേതികാർത്ഥത്തിൽ ദുആ എന്ന് പറയാ. ആ ദുആയാണ് ഇബാദത്ത് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതേ സമയത്ത് സുന്നികൾ ചോദിക്കുന്നത്, മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് എൻ്റെ റബ്ബാണെന്നോ ഞാൻ മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ അടിമയാണെന്നോ ഒരു മുസ്ലിമും ഇവിടെ വിശ്വസിക്കുന്നില്ല. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവിന്റെ അടിമയാണ്, ഞാനും അള്ളാഹുവിന്റെ അടിമയാണ്. പക്ഷെ ഞാനൊരു സാധാരണക്കാരനാണ്, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വലിയാണ് എന്ന നിലക്ക് രണ്ടാളും ഒരേ റബ്ബിന്റെ അടിമകളാണ് എന്ന നിലക്കാണ് സുന്നികൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം ദുആഇന്റെ നിർവചനത്തിൽ പെടുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ചോദിക്കപ്പെടുന്നവൻ റബ്ബാണെന്ന് വിശ്വസിക്കുന്നില്ല, ഞാൻ ആ ചോദിക്കപ്പെടുന്നവന്റെ അടിമയാണെന്ന് വിശ്വസിക്കുന്നില്ല. മറിച്ച് രണ്ടാളും റബ്ബ് അള്ളാഹുവിന്റെ അടിമകളാണെന്ന് വിശ്വാസത്തോടു കൂടെയാണ് ചോദിക്കുന്നത്. അത്രേ ഉള്ളൂ. അതേ മക്കത്തെ മുശ്രിക്കുമാർ അങ്ങനെ വിശ്വസിച്ചു? അല്ല, അല്ല. അള്ളാഹു ഞങ്ങളെ വെല്ലു. പിന്നെ കൂടി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? അവർ ആക്കി മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, ആലിഹത്തൻ, ഇലാഹുകളെ ഔലിയാക്കളാക്കി എന്നല്ല, അവർ ദൈവങ്ങളുണ്ടാക്കി. ലഅല്ലഹും യുൻസറൂൻ, അവർക്ക് സഹായം കിട്ടാൻ വേണ്ടി. അപ്പോ സുന്നികളോ മുസ്ലിമുകൾ മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ ഇലാഹാക്കുന്നില്ല, ഒരാളും ഇലാഹാക്കുന്നില്ല. ആക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് നമ്മുടെ ഇലാഹാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇലാഹാണോ? അല്ല. അതേ സമയത്ത് മക്കയിലെ മുശ്രിക്കുകൾ ലാത്തനെ ഒരു നേതാവായി കണ്ടതല്ല, ഒരു വലിയായി കണ്ടതല്ല. ലാത്ത ഇലാഹാണ്, ദൈവമാണ് എന്നാണ് അവർ വിശ്വസിച്ചത്. ഉസ്സ ഇലാഹാണെന്നാണ് വിശ്വസിച്ചത്. എന്തിനു വേണ്ടി? ലഅല്ലഹും യുൻസറൂൻ, അവരെ സഹായിക്കാൻ വേണ്ടി, ഹെൽപ്പ് കിട്ടാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി. അപ്പോ അവർ വെറും വലിയായി കണ്ടതല്ല,
അവർ ലാത്തയോട് ചോദിക്കുമ്പോൾ ഞാൻ അടിമയാണ്, ഇത് ദൈവമാണ് എന്ന നിലക്കാണ് ചോദിച്ചത്. അതുകൊണ്ട് അതവിടെ പ്രാർത്ഥനയാകുന്നു, ദുആയിൽപ്പെടുന്നു. സുന്നികൾ ചോദിക്കുമ്പോൾ ഇത് ദൈവമാണെന്ന് റബ്ബാണെന്ന് വിശ്വസിക്കുന്നില്ല, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഇയാളും അള്ളാഹിന്റെ അടിമയാണ്, മുഹമ്മദ് നബി അള്ളാഹിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ അടിമയാണെന്നാ ചോദിക്കുന്നത്.